മീഡിയ വൺ ഒരുക്കിയ ഹലാ ജിദ്ദയുടെ പിന്നിൽ പ്രവർത്തിച്ചത് 400ഓളം വരുന്ന സംഘാടക സമിതിയാണ്. ജിദ്ദ ഇതുവരെ കാണാത്ത തരത്തിൽ ഇന്ത്യൻ കാർണിവൽ ഒരുക്കിയത് 1 മാസത്തോളം ഉറക്കമില്ലാത്ത ഇവരുടെ കഠിനാധ്വാനമാണ്. മീഡിയ വണ്ണിനെ നെഞ്ചോട് ചേർത്ത പ്രവാസികളുടെ വിജയം കൂടിയാണ് ഹലാ ജിദ്ദയിൽ കണ്ടത്. അങ്ങനെ പ്രിയപ്പെട്ട ജിദ്ദക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതിമനോഹരമായ 2 ദിവസം കാർണിവലിനെ അതിമനോഹരമാക്കി മാറ്റിയ ജിദ്ദക്കാർക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ പിറകിലിപ്പോൾ ആളൊഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് കാണാം. പക്ഷേ ഈ 2 ദിവസം അതിമനോഹരമായി ഈ സദസ്സിനെ ഇങ്ങോട്ട് എത്തിക്കുവാനും അതിൻ്റെ വേണ്ടി പ്രവർത്തിക്കുക ചെയ്ത ഒരു വിശാലമായൊരു ടീമാണ് എൻ്റെ പിറകിൽ കാണുന്നത്. അവരാണ് ഹലാ ജിദ്ദ എന്ന് പറയുന്ന ഈ വലിയ ഇവൻറ്റിലേക്ക് നിങ്ങളെ എത്തിക്കാനും ഒപ്പം തന്നെ ടിക്കറ്റുകൾ എത്തിക്കാനും ക്ഷണിക്കുവാനും വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ അവർ നിശ്ചയിച്ച സ്ഥലത്ത് നിശ്ചിത സമയത്ത് കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്ര മനോഹരമായൊരു ഇവൻറ്റ് 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മീഡിയ വണ്ണിനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രക്ഷാധികാരികൾ മീഡിയ വണ്ണിൻ്റെ ജിദ്ദയിലുള്ളയും ഒപ്പം തന്നെ സൗദിയിലുള്ള കമ്മിറ്റിയുടെയും രക്ഷാധികാരികൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബഷീർ സാഹിബ്, എന്താണ് നമ്മുടെ ഹലാ ജിദ്ദയുടെ മൊത്തം ഒരു ടീം എഫേർട്ട്, ഒരു വർക്കിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്? കഴിഞ്ഞ 2 ദിവസമായി ഹലാ ജിദ്ദയിലെ പ്രേക്ഷകർക്ക് അവിസ്മരണീയമായ ഒരു അനുഭവമാണ് സമ്മാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ആഴ്ചകളായി അതിന് പിന്നിൽ പണിയെടുത്ത ഈ നിൽക്കുന്ന വളണ്ടിയേഴ്സും ഇതിൻ്റെ സംഘാടകർക്കുമാണ് അതിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് ഉള്ളത്. എല്ലാവരെയും ഞാൻ ഹൃദയംഗമമായി അഭിനന്ദിക്കുകയും മീഡിയ വൺ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ടീം എഫേർട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് മീഡിയ വണ്ണിൻ്റെ ഒരു പ്രത്യേക സംഘം തന്നെയാണ്. ഫർമീസ്കോ കൂടി നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ജനറൽ മാനേജർ കൂടിയാണ്, നമ്മളിപ്പോൾ ചേരുകയാണ്. എന്താണ് ഈ ടീം എഫേർട്ടിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് കംപ്ലീറ്റ്ലി ജിദ്ദ ഏറ്റെടുത്തൊരു പരിപാടിയായിരുന്നു. ജിദ്ദ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ജിദ്ദയുടെ പങ്കാളിത്തം മാത്രമല്ല, സംഘാടനത്തിലും അക്ഷരാർത്ഥത്തിൽ ജിദ്ദയുടെ പരിച്ഛേദം ഈ പരിപാടിയുടെ പിറകിലുണ്ട്. കാരണം ഇത്ര വലിയൊരു എഫേർട്ട്, ഏതാണ്ട് 50,000-ഓളം ആളുകൾ 2 ദിവസത്തിനിടയിൽ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. അവരെ വ്യത്യസ്ത എൻഗേജ്മെൻറ്റ് 20-ലധികം വരുന്ന ആക്ടിവിറ്റികളാണ് നടന്നത്. 20 ആക്ടിവിറ്റികൾ, ഇത്ര വലിയ ക്രൗഡ് മാനേജ്മെൻറ്റ്, പാർക്കിംഗ് സംവിധാനം, അവരിവിടെ എത്തിക്കുക, ഇത്ര വലിയ പ്രൊമോഷൻസ്, ഇതിന് പിന്നിൽ വലിയൊരു സന്നാഹം പണിയെടുത്തിട്ടുണ്ട്. അതാരാണെന്ന് വെച്ചാൽ മീഡിയ വണ്ണിനെ സ്നേഹിക്കുന്ന, മീഡിയ വണ്ണിൻ്റെ കോഴ്സിനെ സ്നേഹിക്കുന്ന ജിദ്ദയിലെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള പ്രേക്ഷകരാണ്. അതിനുവേണ്ടി പണിയെടുക്കുന്ന വളണ്ടിയേഴ്സാണ്. ഇതിനുവേണ്ടി ഉണ്ടാക്കിയ സംഘാടക സമിതി, അതിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട സംഘാടക സമിതി അവരെടുത്ത എഫേർട്ടാണ് പ്രത്യേകം ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഇതൊരു ടീമിൻ്റെ വിജയമാണ്. ആ ടീമെന്ന് പറയുന്നത് മീഡിയ വൺ പ്രതിനിധീകരിക്കുന്ന കോഴ്സാണ്. ആ കോഴ്സിനെ സ്നേഹിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ കോഴ്സിന് വേണ്ടി മീഡിയ വൺ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിലും ശക്തമായി ഒരു ജനത മീഡിയ വണ്ണിൻ്റെ കൂടെ ഉണ്ടാവും. നന്ദി ജിദ്ദ. ഹലാ ജിദ്ദ വലിയൊരു സംഭവമായിരുന്നു. ഇതിനുവേണ്ടി വളരെ അധികം പരിശ്രമങ്ങൾ നമ്മൾ കുറച്ച് മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അവധാനതയോടുകൂടി നല്ല രീതിയിൽ ഈ പരിപാടി ജിദ്ദ സമൂഹത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. അത് ജിദ്ദ സമൂഹം ഏറ്റെടുക്കുകയും ഇതുപോലുള്ള പരിപാടികൾ അവർ ഇനിയും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നമ്മുടെ ഹലാ ജിദ്ദക്ക് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഇത് തീർന്നിട്ടില്ല, ഇത് തുടക്കം മാത്രമാണ്. ഇതിന് 2ാമത്തെ എഡിഷൻ ഈ വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി പറയുന്നു. ജിദ്ദക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ജിദ്ദയുടെ പരിസര പ്രവിശ്യകളിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.